ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബർഡൻ ഓഫ് പ്രൂഫ് അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. ബർഡൻ ഓഫ് പ്രൂഫിനെ പറ്റി ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 101 to 114 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 107 വരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 108 ടു സെക്ഷൻ 111A വരെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 108 ആണ്. ഈ സെക്ഷൻ 108ന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ ഈ പേഴ്സണെ അടുത്തറിയുന്ന ആൾക്കാർ ഒരു 7 വർഷമായിട്ട് ഈ പേഴ്സൺ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വിവരവും കേട്ടിട്ടില്ലെങ്കിൽ അവിടെ ആ പേഴ്സൺ മരിച്ചതായിട്ടാണ് സ്വാഭാവികമായിട്ട് കണക്കാക്കുക. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന് കോൺട്രറി ആയിട്ട് പറയുകയാണ്, അതായത് ഇതിനെതിരായിട്ട് ഒരു ആർഗ്യുമെന്റ് ഇറക്കുകയാണ്, അതായത് ഇല്ല ആ പേഴ്സൺ ജീവിച്ചിരിപ്പുണ്ട്, ആ പേഴ്സൺ മരിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബർഡൻ ഓഫ് പ്രൂഫ് ആ പേഴ്സണിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ആ പെർട്ടിക്കുലർ ആർഗ്യുമെന്റ് നടത്തിയിട്ടുള്ള പേഴ്സന്റെ മുകളിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ ആ അഫർമേഷൻ നടത്തിയ പേഴ്സൺ ആണ് ഈ പെർട്ടിക്കുലർ പേഴ്സൺ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതാണ് സെക്ഷൻ 108ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാൻ പോകുന്നത് സെക്ഷൻ 109 ആണ്. ഈ സെക്ഷൻ 109ന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് whether the persons are partners, landlord and tenant or principal and agent. അതായത് ഈ സെക്ഷന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാർട്ട്നേഴ്സ് ആണോ, അതല്ലെങ്കിൽ അവർ ടെനന്റ് അതുപോലെ തന്നെ ലാൻഡ് ലോഡ് റിലേഷൻഷിപ്പ് ആണോ, അതല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ഷോൺ ദാറ്റ് ദേ ഹാവ് ബീൻ ആക്ടിങ് ആസ് സച്ച്. അപ്പോൾ അവിടെ എക്സ്പ്രസ്ലി സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റും അവർ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ലീഡ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് എന്നുള്ളതും. സോ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന് കോൺട്രറി ആയിട്ട് പറയാണ്, അല്ല അവർക്ക് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആ പേഴ്സന്റെ മുകളിലാണ് ആ ഒരു ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത്. അതായത് ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന കാര്യം പ്രൂവ് ചെയ്യേണ്ടത് ആ പേഴ്സൺ ആണ് എന്നുള്ളതാണ് ഈ സെക്ഷൻ 109ന്റെ അണ്ടറിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 109ന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ പേഴ്സൺസ് ആർ പാർട്ട്നേഴ്സ്, ലാൻഡ് ലോഡ് ആൻഡ് ടെനന്റ് ഓർ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ്. അതായത് രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതായത് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളതാണോ, അതല്ലെങ്കിൽ ലാൻഡ് ലോഡ് ടെനന്റ് തമ്മിലുള്ളതാണോ, അതുപോലെ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് എന്നുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതാണ് ഈ സെക്ഷൻ 109ന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. It has been shown that they have been acting such. അതുപോലെ തന്നെ അവിടെ ഓൾറെഡി അത് മനസ്സിലാക്കാൻ കഴിയും ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിന് കോൺട്രറി ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, അതായത് അല്ല ഇവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് ആ പേഴ്സന്റെ മുകളിലാണ്. അതായത് ആ പെർട്ടിക്കുലർ അഫർമേഷൻ നടത്തിയിട്ടുള്ള പേഴ്സൺ ആണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ ഈ രണ്ട് പേഴ്സൺസ് തമ്മിൽ അതല്ലെങ്കിൽ ഈ പേഴ്സൺസ് തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ളത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 110 ആണ്. ഈ സെക്ഷൻ 110ന്റെ അണ്ടറിൽ എന്ത് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഒരു പെർട്ടിക്കുലർ തിങ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്, ആ ഒരു പേഴ്സൺ അതിൻ്റെ ഓണർ ആണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും. സാധാരണ രീതിയിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സന്റെ കൈവശമാണ് ഒരു സാധനം ഇരിക്കുന്നതെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കും നമ്മൾ ആ സാധനത്തിന്റെ ഓണറായിട്ട് കണക്കാക്കുന്നത്. സോ ഏതൊരു വ്യക്തിയാണ് അതിന് കോൺട്രറി ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്, അതായത് ഇയാൾ അതിന്റെ ഓണർ അല്ല എന്ന് പറയുന്നത്, ആ പേഴ്സന്റെ മുകളിലായിരിക്കും ആ ബർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത്. അതായത് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ആ പേഴ്സൺ ഇവിടെ പ്രൂവ് ചെയ്യണം, അതായത് ഈ പൊസിഷൻ വെച്ചിട്ടുള്ള പേഴ്സൺ ഈ സാധനത്തിന്റെ ഓണർ അല്ല എന്നുള്ളത്. അതാണ് സെക്ഷൻ 110ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 111 ആണ്. അതായത് പ്രൂഫ് ഓഫ് ഗുഡ് ഫെയ്ത്ത് ഇൻ ട്രാൻസാക്ഷൻസ് where one party is in relation of active
കോൺഫിഡൻസ്. ഈ സെക്ഷൻ 111 അണ്ടറിൽ വന്നിട്ടുള്ള ഒരു ടേം ആണ് റിലേഷൻ ഓഫ് ആക്റ്റീവ് കോൺഫിഡൻസ്. റിലേഷൻ ഓഫ് ആക്റ്റീവ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് രണ്ട് പാർട്ടീസ് ആയിരിക്കും. അതിൽ ഒരു പാർട്ടിക്ക് ഒരു സുപ്പീരിയർ അതോറിറ്റി ഉണ്ടായിരിക്കും, മറ്റേ പാർട്ടിക്ക് ഒരു ഇൻഫീരിയർ അതോറിറ്റിയും ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു പാർട്ടി അതിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും, മറ്റേ പാർട്ടി ഇത്തിരി താഴ്ന്നിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ ഈ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിക്ക് ഈ ഇൻഫീരിയർ പാർട്ടിയുടെ ഡിസിഷൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കും. സോ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഈ ആക്റ്റീവ് കോൺഫിഡൻസ്. സോ ഇങ്ങനൊരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷനിൽ ഈ ഗുഡ് ഫെയ്ത്ത് പ്രൂവ് ചെയ്യേണ്ടത് അവിടെ ആ ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ടി ആയിരിക്കും. അതായത് ഇവിടെ ഗുഡ് ഫെയ്ത്തിന്റെ ബേർഡൻ ഓഫ് പ്രൂഫ് ലൈ ചെയ്യുന്നത് ഈ ഡോമിനേറ്റിംഗ് പവർ, അതായത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിയുടെ മുകളിലാണ്. അതായത് അതാണ് സെക്ഷൻ 111 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ആൻഡ് ബി ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ പാർട്ടിയാണെന്ന് വിചാരിക്കുക. അതിൽ എക്ക് ഇത്തിരി ഡോമിനേറ്റിംഗ് പവർ ഉണ്ട്, അതുപോലെ തന്നെ ബിക്ക് ഇൻഫീരിയർ പവറുമാണ് ഉള്ളത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി കോടതിയെ സമീപിക്കുകയാണ്. അതായത് ഈ പറഞ്ഞ വ്യക്തിയുടെ മിസ്റെപ്രസെന്റേഷൻ മൂലമാണ് ഞാൻ ഈ ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ പാർട്ടി എന്നെ ഫ്രോഡുലന്റ്ലി ഈ ട്രാൻസാക്ഷന്റെ ഭാഗമാക്കാൻ വലിച്ചിഴച്ചതാണ് എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണ് അവിടെ സുപ്പീരിയർ പൊസിഷൻ ഉള്ളത്, അതല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ പാർട്ടിയാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയൊന്നുമല്ല ഞാനിത് ഗുഡ് ഫെയ്ത്തിന്റെ മുകളിലാണ് ഈ കാര്യം ആക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഗുഡ് ഫെയ്ത്ത് എപ്പോഴും പ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു ട്രാൻസാക്ഷനിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ടി ആയിരിക്കണം എന്നാണ് സെക്ഷൻ 111 അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 111A ആണ്. സെക്ഷൻ 111A അണ്ടറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി താഴെ പറയുന്ന ഈ ഏരിയാസിൽ വെച്ചിട്ട് സെക്ഷൻ 121, 121A, 122 അതല്ലെങ്കിൽ 123 ഓഫ് IPC കമ്മിറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അക്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ഈ ഒഫൻസസ് ഒക്കെ കമ്മിറ്റ് ചെയ്തതായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് അത് ഏതൊക്കെ പ്ലേസസിൽ വെച്ചിട്ടായിരിക്കണം ഈ സെക്ഷൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് any area declared to be disturbed area under any enactment. ഏതെങ്കിലും ലോന്റെ കീഴിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എനാക്ട്മെന്റിന്റെ കീഴിൽ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തെ പബ്ലിക് ഓർഡറും അതുപോലെ തന്നെ പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഡിസോർഡർ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പബ്ലിക് ഓർഡർ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഏതെങ്കിലും ഒരു പ്രൊവിഷൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെയാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സെക്ഷൻസ് കമ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസ് ഒക്കെ കമ്മിറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് അക്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ഇത് കമ്മിറ്റ് ചെയ്തതായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഏരിയ അതല്ലെങ്കിൽ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ പൊതുസമാധാനം തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒരു മാസത്തിൽ കൂടുതലായിട്ട് നടന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവിടുത്തെ ഡ്യൂട്ടീസ് ഒക്കെ അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് അതല്ലെങ്കിൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സേനയിലുള്ള സേനാംഗങ്ങളെ ആക്രമിക്കുകയോ അതുപോലെ തന്നെ ആ സേനാംഗങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി തോക്കുകളോ അതല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സോ ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിലും
ഈ പേഴ്സൺ ഈ ഒരു സെക്ഷൻസ് ഒക്കെ, അതായത് ഈ സെക്ഷൻ 121 അല്ലെങ്കിൽ 121A, 122, 123 ഏതിനാണോ ഇദ്ദേഹം അക്യൂസ്ഡ് ആയിട്ടുള്ളത് അതൊക്കെ കമ്മിറ്റ് ചെയ്തതായിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഈ രണ്ടാമത്തെ കാര്യത്തിൽ, രണ്ടാമത്തെ ക്ലോസിലും പറഞ്ഞിട്ടുള്ളത്. സോ ഏതെങ്കിലും ഒരു വ്യക്തി ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ പബ്ലിക് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പബ്ലിക് പീസിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടോ അതല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സേനാംഗങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തുക്കളോ അല്ലെങ്കിൽ തോക്കുകളോ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺസ് ഈ സെക്ഷൻ 121ഓ 121എയോ അല്ലെങ്കിൽ 122ഓ 123ഓ ഏത് ഒഫൻസിനാണ് അവർ അക്യൂസ്ഡ് ആയിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ അവർ കമ്മിറ്റ് ചെയ്തതായിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ഈ സെക്ഷൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 108 ടു സെക്ഷൻ 111A ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.